അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ വീണ് പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷാണ് മരിച്ചത്. ചന്തിരൂരിൽ പുലർച്ചെ 2:30-ഓടെ ഗർഡർ സ്ഥാപിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. 3 മണിക്കൂറിന് ശേഷം വാഹനം വെട്ടിമുറിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. ഗർഡറുകൾ കയറ്റുന്ന സമയത്ത് നമ്മുടെ വാഹനങ്ങൾ സ്വാഭാവികമായിട്ട് കയറ്റി വിടാറില്ല. ഇരു സൈഡും ബ്ലോക്ക് ചെയ്തതിന് ശേഷമേ വാഹനങ്ങൾ കടത്തി വിടാറുള്ളൂ. കാരണം നമുക്ക് ഇതിനു മുന്നേ ചെറിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ശ്രദ്ധ പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് വാഹനങ്ങൾ, കാരണം അത്രയേറെ ഗർഡറുകൾ ഇതിനകത്ത് മുകളിൽ കയറിയിട്ടുണ്ടല്ലോ. അപ്പോൾ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗർഡർ ഒരിക്കലും കടത്താറില്ല. വാഹനം തടഞ്ഞു നിർത്തിയിട്ടാണ് ഗർഡർ കടത്തുന്നത്. ഇതിനെന്താണ് സംഭവിച്ചതെന്നറിയില്ല. അവർ പറയുന്നത് ഒരു ജാക്കി വച്ചതിന് ശേഷം ഒരു ജാക്കി തെന്നി മാറി എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് വിശദമായിട്ട് പരിശോധിക്കും. അത് അതിൻ്റെതായ എൻജിനീയേഴ്സ് വന്നാലേ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ. ഒരാളെങ്കിൽ ഒരാളും ഒരു ജീവനും നമുക്ക് പൊലിയാൻ പാടില്ല. അത് നമുക്ക് ഏറ്റവും വലുത് തന്നെ. ഒരു കുടുംബമാണ് നഷ്ടപ്പെടുന്നത്. നമുക്ക് വലുത് തന്നെ. നമ്മൾ വളരെയധികം വേദനിക്കുന്നുണ്ട് ഇവിടുത്തെ സിറ്റുവേഷൻ. അപ്പം പോലീസൊക്കെ ഇടപെട്ടിട്ടുണ്ട്, നമ്മൾ കളക്ടറിനെ അറിയിച്ചിട്ടുണ്ട്, മിനിസ്റ്ററിൻ്റെ തലത്തിൽ വരെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഒരുപാട് സ്ഥലങ്ങളിൽ നിർമ്മാണം പൂർത്തിയാകാനൊക്കെ ഉണ്ടല്ലോ, ഒരു ആശങ്ക നിലനിൽക്കുകയാണല്ലോ. ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം നിർമ്മാണത്തിൽ എന്തെങ്കിലും പാകപ്പിഴ വരുമ്പോൾ നമുക്ക് ആശങ്കകൾ കൂടും. ജനങ്ങൾ അതിൻ്റെ അടിയിലൂടെ യാത്ര ചെയ്യേണ്ടത്. നമ്മൾ വളരെയധികം വിഷമിക്കുന്നുണ്ട്. അതുതന്നെയല്ല, ഉത്കണ്ഠയുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്കണ്ഠയുടെ കാരണങ്ങൾ എൻജിനീയേഴ്സ് വന്നാലേ ഇതറിയാൻ പറ്റുള്ളൂ. ഇതിനെത്രത്തോളം, കാരണം മുന്നേ തന്നെ അറിഞ്ഞതാണ് ഈ ഗർഡർ എന്ന് പറയും വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. താഴെ കൂടെ വാഹനം പോകുമ്പോൾ ഗർഡർ ഒരിക്കലും വാഹനത്തെ കടത്തി വിടാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ട് വാഹനം കടന്നു പോയി ഇവർ പറയുന്നത് വച്ചു കഴിഞ്ഞാണ് സംഭവിച്ചതെന്നാണ് പറയുന്നത്. അതിലെത്രത്തോളം അത് ജെനുവിൻ എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ ഉണ്ടെന്നുള്ളത് നമ്മൾ പരിശോധിക്കും. വെളുപ്പിന് 2:30 മണിക്കായിരുന്നു സംഭവം. സൗണ്ട് കേട്ട് ഞാൻ പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും ഒരു ഗർഡർ ഈ വണ്ടിയിൽ വേണ്ടി കിടക്കുന്നുണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് വശം ആൾക്കാർ ഇവരുടെ പണിക്കാർ ഓടുന്ന കണ്ടായിരുന്നു. ഓപ്പോസിറ്റുള്ള ആക്സിഡൻറ്റ് എന്തോ ആണെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ സംഭവം അതായിരുന്നില്ല. വണ്ടിയുടെ ആൾക്കാർ നോക്കാൻ വന്നില്ല. നമ്മൾ നോക്കിയപ്പോഴേക്കാണ് വണ്ടിയുടെ മേളിൽ ഗർഡർ ഇരിക്കുന്നു. അതിൻ്റെ അകത്ത് ഒരാളും ഉണ്ട്. 2:30 മണിക്കാണ് ആൾ മരിച്ചിരിക്കുന്നതിനകത്ത്. പക്ഷെ ഇപ്പോഴാണ് സംഭവം എല്ലാം ഒരാളോട് എടുത്തു കൊണ്ടുപോകാനൊക്കെ സാധിച്ചത്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി MLA-യോട് ചോദിച്ചതുപോലെ അത്യധികം ആശങ്കയുള്ളൊരു കാര്യമാണ്. കാരണം സംസ്ഥാനത്ത് ഉടനീളം ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ ചന്തിരൂരിൽ ഇങ്ങനൊരു ദാരുണമായ അപകടം ഉണ്ടാവുന്നത്.